ഇനി മറ്റു വാർത്തകളിലേക്ക് കലോത്സവത്തിന്റെ നമുക്ക് ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. നമ്മുടെ കലവറയിൽ നമ്മുടെ ടിൻറ്റു അഞ്ജലിദാസ് എന്ന ടിൻറ്റു ദാസ് അവിടെ ചേരുന്നുണ്ട്. ടിൻറ്റു, അവിടെ കലവറയിൽ എല്ലാം ഒരുങ്ങി കഴിഞ്ഞോ? കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് പോവേണ്ട സമയമായി. പ്രേക്ഷകർക്കും നമുക്ക് എന്തെങ്കിലും അവിടെ നിന്ന് കൊടുക്കാൻ കഴിയുമോ എന്ന് കൂടി നോക്കണം. അവിടെ ധനമന്ത്രി KN ബാലഗോപാൽ ഊട്ടുപുരയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാൻ ടിൻറ്റു ദാസ് പറയൂ. നിങ്ങൾക്ക് ദേവിക ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ധനമന്ത്രി KN ബാലഗോപാൽ ഊട്ടുപുരയിൽ എത്തിയിട്ടുണ്ട്. 8 മണിയോട് കൂടി ഊട്ടുപുരയിൽ ഈ ഭക്ഷണം അദ്ദേഹമാണ് കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുക. അതിനുശേഷമാണ് ഊട്ടുപുരയില് മറ്റുള്ളവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. രാവിലെ ഇവിടെ എല്ലാം തയ്യാറായിട്ടുണ്ട്. ഉപ്പുമാവാണെന്നാണ് തോന്നുന്നത്, കാരണം നല്ല തിരക്കുണ്ട് ഇവിടെ. അതെ, ഉപ്പുമാവാണ്. രാവിലെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എത്തി എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. ഉപ്പുമാവും സാമ്പാറുമാണ് രാവിലത്തെ ഭക്ഷണം. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു തന്നെ ക്ഷമിക്കണം കേട്ടോ, സാമ്പാറല്ല, കടലക്കറിയാണ്. അപ്പോ രാവിലെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 20,000 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലാണ് എത്തിരിക്കേണ്ട മൈതാനത്ത് ഈ ഊട്ടുപുര ഒരുക്കിയിട്ടുള്ളത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ ഒരുതരം പായസത്തോടുകൂടി സദ്യ ആരംഭിക്കും. ആ സദ്യ ഏതാണ്ട് 20,000 പേർക്ക് ഒരേ സമയം കഴിക്കാവുന്ന രീതിയിലാണ് പഴയുടെ നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എല്ലാം തയ്യാറായി. കുട്ടികളൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ധനമന്ത്രി നേരിട്ടെത്തി അദ്ദേഹമാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ വെച്ച് എല്ലാവരും ഈ ജില്ലയിലെ എല്ലാവരും രാഷ്ട്രീയമൊക്കെ മറന്നു വെച്ചുകൊണ്ട് നമുക്ക് ഒരു 4 ദിവസം അതൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ അതൊക്കെ മറന്നുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ സംഘാടക സമിതിയൊക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ ചേരികളിൽ നിന്നുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് കൊണ്ടാണ് കലയെ വരവേൽക്കുന്നത്, അല്ലെങ്കിൽ കലയുടെ ഈ മഹോത്സവം ആഘോഷമാക്കുന്നതെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഊട്ടുപുരയിൽ രാവിലത്തെ ഭക്ഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് 4 ദിവസം ഏത് സമയവും ഇവിടെ വന്നാൽ ഭക്ഷണം കഴിക്കാമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ കുട്ടികൾക്ക് അദ്ദേഹം വിളമ്പി കൊടുക്കുന്ന ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അഞ്ജലിദാസ്, അപ്പോ ഈ പറഞ്ഞ് പുകഴ്ത്തി വന്നത് കേട്ടപ്പോ തന്നെ മനസ്സിലായി ഇനിയിപ്പോ അവിടുന്ന് കഴിച്ചിട്ടേ ഉണ്ടാവൂല്ലേ മടക്കം? കഴിച്ചിട്ടേ ഇനി അങ്ങോട്ടേക്കുള്ളൂ. അതെ, എന്തായാലും ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ പഴയിടത്തിന്റെ സദ്യ എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പഴയിടത്തിന്റെ ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നാവിൽ അല്ലെ വല്ലാത്തൊരു കൊതിയാണ്. പേരിലേ ഉള്ളൂ, പാചകത്തിൽ പുതിയ ഇടമാണ്. ഓരോ പുതിയ ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ പുതിയ പരീക്ഷണങ്ങൾ. ആ പരീക്ഷണം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അതിന്റെ രുചി ഒന്ന് വേറെ. അത് മാത്രമല്ല, അദ്ദേഹത്തോട് വളരെ വലിയൊരു ആത്മബന്ധം എനിക്കുമുണ്ട്. എന്റെ വിവാഹത്തിന് ഏറ്റവും വിഭവ സമൃദ്ധമായ ഒരു സദ്യ കൂടി ഞങ്ങൾക്ക് ഒരുക്കി തന്ന പഴയിടം മോഹനൻ നമ്പൂതിരിയെ ഞങ്ങൾക്ക് വല്ലാത്തൊരു ആത്മബന്ധം അദ്ദേഹത്തോടുണ്ട്. മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർക്കും പഴയിടത്തെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. പഴയിടത്തിന്റെ ഒരു മുഖം കണ്ടാൽ തന്നെ ഉടനെ അവർ ഓടിയെത്തും അല്ലെ, ലൈവിലെല്ലാം വന്ന് അദ്ദേഹത്തെ കൂടുതൽ ആശംസകളെല്ലാം അറിയിച്ചു. അങ്ങനെ അറിയപ്പെടുന്ന ഒറ്റ പേരേ ഉള്ളൂ, അത് പഴയിടമാണ്. അതെ, വിവാദങ്ങൾക്കൊന്നും ഒരു മറുപടിയും ഇല്ല, ചിരി മാത്രമാണ് അദ്ദേഹത്തിന്റെ മറുപടി. അതന്നെയാണ് ടിൻറ്റു ദാസാണ് അവിടെ നിന്ന് ചേർന്നത്.